നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യുവേഫ നാഷൻസ് ലീഗ് മത്സരത്തിൽ വമ്പന്മാരായ സ്പെയിനിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. സെർബിയയായിരുന്നു അവരെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത്. ഈ മത്സരത്തിൻ്റെ മുഴുവൻ സമയവും യുവ പ്രതിഭയായ ലാമിൻ യമാൽ കളിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ FC ബാഴ്സലോണയ്ക്ക് ഒരൽപ്പം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ്. കാരണം താരത്തിൻ്റെ വർക്ക് ലോഡ് അതിപ്പോൾ വളരെ കൂടുതലാണ്. ക്ലബ്ബ് തലത്തിലും ദേശീയ തലത്തിലും നിരവധി മത്സരങ്ങൾ തുടർച്ചയായി ലാമിൻ യമാലിന് ഇപ്പോൾ മുഴുവൻ സമയവും കളിക്കേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ യൂറോ കപ്പ് അവസാനിച്ചതിന് ശേഷം വളരെ ചെറിയ ഒരു ബ്രേക്ക് മാത്രമാണ് ലാമിൻ യമാലിന് ലഭിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ സീസണിൽ ബാഴ്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മത്സരങ്ങളും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പെയിനിന് വേണ്ടി 2 മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുന്നു. എന്നാൽ താരത്തിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് സ്പെയിനിൻ്റെ പരിശീലകനായ ലൂയിസ് ഡി ലാ ഫുവൻ്റെ പറഞ്ഞിട്ടുണ്ട്. യമാലിനെ പോലെയുള്ള താരങ്ങൾ ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹമാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സ്പെയിൻ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യമാലിനെ പോലെയുള്ള താരങ്ങൾ ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹമാണ്. ഒരുപാട് മത്സരങ്ങൾ കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് അദ്ദേഹം. വളരെ പെർഫെക്റ്റായ ഒരു താരമാണ്. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 180 മിനിറ്റ് കളിക്കാൻ സാധിക്കില്ലെങ്കിൽ അത് ക്ലബ്ബ് എന്നെ നേരത്തെ അറിയിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും മികച്ച താരങ്ങളെയാണ് അണിനിരത്തുക. കാരണം ഈ രാജ്യത്തിന് ഏറ്റവും മികച്ച റിസൾട്ട് ആവശ്യമുണ്ട്. ക്ലബ്ബ് അടിസ്ഥാനത്തിൽ താരങ്ങൾക്ക് മിനിറ്റുകൾ നൽകുക എന്നുള്ളത് അനീതിയാണ്. ഞാനത് ചെയ്യില്ല. ഇതാണ് സ്പെയിൻ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ബാഴ്സയ്ക്ക് വേണ്ടി എല്ലാ മത്സരങ്ങളും കളിച്ചു എന്ന് കരുതി യമാലിന് വിശ്രമം നൽകേണ്ട ആവശ്യമില്ല എന്നാണ് സ്പെയിൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് സ്പെയിനിൻ്റെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 ഈയൊരു യുവേഫ നാഷൻസ് ലീഗ് മത്സരം അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.